ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നവസ് ആണ്. അപ്പൊ നമ്മുടെ ഓണം എക്സാമിന്, അതായത് നമ്മുടെ ഫസ്റ്റ് ടേമില് നമുക്ക് +1 എക്കണോമിക്സിൽ പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സും കളക്ഷൻ ഓഫ് ഡാറ്റയും. അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കളക്ഷൻ ഓഫ് ഡാറ്റ ആണെങ്കിൽ തന്നെ അത്യാവശ്യം വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ്. അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് ഈ 2 ചാപ്റ്റേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് ഇമ്പോർട്ടൻസ് ആയിട്ടും ചോദിക്കാം, റോൾ ആയിട്ടും ചോദിക്കാം. അപ്പൊ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എഴുതേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്തുകൊണ്ടാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഉണ്ട്. മിനിമം ഒരു 4 പോയിന്റ്സ് എങ്കിലും എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ് എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ളത് എന്തായാലും നമ്മളോട് ചോദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സാമ്പിൾ അടക്കം എഴുതാനായിട്ട് ചോദിക്കും. സോ എക്സാമ്പിൾ കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്പറിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ട്, ക്വാളിറ്റി, അതായത് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാനോ കൗണ്ട് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ നമുക്ക് ഇൻകം, വേജ്, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ പറയാം. ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ ഹെൽത്ത്, ഇന്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനെ നമ്പറിൽ അളക്കാൻ പറ്റാത്തതെല്ലാം ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആയിട്ടും പറയാം. അടുത്തത് നമ്മുടെ കളക്ഷൻ ഓഫ് ഡാറ്റയിലേക്ക് വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമുക്ക് നോക്കാം. പൈലറ്റ് സർവേ എന്താണ്, അതിന്റെ മെറിറ്റ്സ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിച്ചു വെക്കാം. നമുക്കറിയാം ക്വസ്റ്റ്യനെയർ ഒരു തവണ റെഡി ആയി കഴിഞ്ഞാൽ അതിന് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പ്രീ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് എത്രത്തോളം സ്യൂട്ടബിൾ ആണ്, നമ്മുടെ സ്റ്റഡിയിലേക്ക് ആ ചോദ്യങ്ങളൊക്കെ എത്ര സ്യൂട്ടബിൾ ആണ്, നമ്മുടെ എന്യൂമറേറ്ററിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്ലിയർ ആണോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈലറ്റ് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. സോ എന്തായാലും ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ നമുക്കിതാ നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സും അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും 5 മാർക്കിന് മാത്രമല്ല, ഓണം എക്സാം ആയതുകൊണ്ട് 8 മാർക്കിന് വരെ പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്, അത് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിന് ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്, ഒരുപാട് ഡിമെറിറ്റ്സും ഉണ്ട്. അപ്പൊ അതെന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ നമുക്ക് വരുന്നതാണ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യനെയർ നമ്മൾ മെയിൽ അയച്ചു കൊടുക്കുകയാണ്. അതിന്റെ കൂടെ ഒരു റിക്വസ്റ്റ് കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ദയവായി ഈ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്തിട്ട് പറയുന്ന ഡേറ്റിനുള്ളിൽ തിരിച്ചയച്ചു തരണം എന്നുള്ള റിക്വസ്റ്റ് കൂടെ അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ റിമോട്ട് ഏരിയയിലൊക്കെ ആക്സസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആണ്. അപ്പൊ അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. മിനിമം ഒരു 3-4 പോയിന്റ്സ് എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ മൂന്നാമത്തെയാണ് നമ്മുടെ ടെലിഫോൺ ഇന്റർവ്യൂ എന്ന് പറയുന്ന മെത്തേഡ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ടെലിഫോണിലൂടെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ അതിനുമുണ്ട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അപ്പൊ ഈ 3 മെത്തേഡ്സും ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് നോക്കി വെച്ചേക്കണം. 8 മാർക്കിന് വരെ നമുക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് 4 മാർക്കിന് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു നല്ല ചോദ്യാവലിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, മിനിമം ഒരു 6 പോയിന്റ്സ് എങ്കിലും പഠിച്ചു വെച്ചേക്കാം. കാരണം ഇത് നമുക്ക് 4 മാർക്കിനല്ല 5 മാർക്കിന് വരെ പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ സാമ്പിളിംഗ് എറർ എന്താണ്, അല്ലെങ്കിൽ സാമ്പിളിംഗ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. സാമ്പിളിംഗ് എറർ എന്താണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. നമുക്കറിയാം സാമ്പിളിന്റെ വാല്യൂവും പോപ്പുലേഷന്റെ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സാമ്പിളിംഗ് എറർ എന്ന് നമ്മൾ പറയുന്നത്. ഈ സാമ്പിളിംഗ് എറർ നമുക്കൊരു പരിധിവരെ കുറയ്ക്കാം. അതിന് നമ്മൾ സാമ്പിളിന്റെ എണ്ണം കൂട്ടിയാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ 1 വേർഡിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിന്റെ കൂടെ തന്നെ നോൺ സാമ്പിളിംഗ് എറേഴ്സ്, നമുക്കറിയാം നോൺ സാമ്പിളിംഗ് എറർ ഒരിക്കലും സാമ്പിൾ എടുക്കുന്ന പ്രോസസ്സിലൊന്നും വരുന്ന മിസ്റ്റേക്ക് അല്ല. അത് ഡാറ്റ കളക്ട് ചെയ്യുന്നതിലും ഡാറ്റ അനലൈസ് ചെയ്യുന്നതിലും അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലും ഒക്കെ വരുന്ന മിസ്റ്റേക്സ് ആണ്, അല്ലെങ്കിൽ എറേഴ്സ് ആണ് നമ്മുടെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അത് 3 ടൈപ്സ് ഉണ്ട്. അത് നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. സാമ്പിളിംഗ് ബയസ് ഉണ്ട്, അതായത് പല പല കാരണങ്ങൾ കൊണ്ട് സാമ്പിൾ എടുക്കുന്ന പ്രോസസ്സിൽ നിന്നും നമ്മൾ കുറച്ച് പേരെ മാറ്റി നിർത്താം, അത് സാമ്പിളിംഗ് ബയസ് ആണ്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് റെസ്പോൺസ് കിട്ടാതെ വരാം. അടുത്തത് ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നതിൽ ഈ ഇന്റർവ്യൂവറിന് തന്നെ മിസ്റ്റേക്സ് വരാം. സോ അത് എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ ആണ്. അതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് നോൺ സാമ്പിളിംഗ് എറേഴ്സിൽ. അപ്പൊ ഇതൊന്ന് നോക്കി വെച്ചേക്കണം. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാമ്പിൾ സർവേ ആണ് സെൻസസ് സർവേക്കാളും കൂടുതൽ റിസർച്ചേഴ്സ് പ്രിഫർ ചെയ്യുന്നത്, എന്തുകൊണ്ട്, സബ്സ്റ്റാൻഷിയേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ സാമ്പിൾ സർവേ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത് സാമ്പിൾ സർവേയുടെ മെറിറ്റ്സ് ആണ്. അപ്പൊ സാമ്പിൾ സർവേക്ക് എന്തൊക്കെ മെറിറ്റ്സ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കി വെക്കാനുണ്ട്. അത് കുറച്ചുകൂടെ റിലയബിളും അക്യുറേറ്റും ആണ്. അതുപോലെ തന്നെ എക്സ്പെൻസ് കുറവായിരിക്കും. നമുക്ക് കുറച്ച് പേരുടെ അടുത്തുനിന്ന് മാത്രം ഡാറ്റ കളക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ തെറ്റുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കുറച്ച് എന്യൂമറേറ്റർ
റൈറ്റേഴ്സിനെ മതി, കുറച്ച് ഇന്റർവ്യൂവേഴ്സിനെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്യിക്കാൻ സുഖമായിരിക്കും, സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നിന്നും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ, ഈ ഭാഗങ്ങളൊക്കെ എന്തായാലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അത്രയും പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്, അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും എല്ലാ മക്കളും ഇതൊക്കെ നോക്കി പഠിച്ചിട്ട് പോവാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.